അമ്മേ. ആ എന്താ? കുഞ്ഞേച്ചി അകത്തേക്ക് വിളിക്കമ്മേ. ചേച്ചി അവിടെ മഴ നനഞ്ഞു നിൽക്കുക. അതിന് ഞാൻ എന്ത് വേണം? ആന അമ്പാരിയായിട്ട് ഞാൻ അവളെ ആനയിക്കണോ? അവക്ക് വേണമെങ്കിൽ വീട്ടിലേക്ക് വരണം, അത്ര തന്നെ. ചിലപ്പോ നേരിട്ട് അമ്മ വിളിക്കുന്നത് നോക്കി നിൽക്കുമായിരിക്കും അവള്. അമ്മ പോയി ഒരു വാക്ക് പറഞ്ഞ അവള് വരും. എടി, ഞാൻ അവളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞോ? ഇല്ലല്ലോ. തന്നെ ഇഷ്ടപ്രകാരം ഇറങ്ങി പോയതല്ലേ? ആ, അങ്ങനെ തന്നെ കയറി വരട്ടെ അവള്. എനിക്ക് വയ്യ പോയി എഴുന്നള്ളിച്ചോണ്ടൊന്നും വരാൻ. ഇറങ്ങിപ്പോകാൻ അമ്മ പറഞ്ഞില്ല. പക്ഷെ അമ്മയുടെ പെരുമാറ്റം അങ്ങനെ ആയിരുന്നു. വീട്ടിൽ നിന്ന് തല്ലി ഇറക്കുന്നത് പോലെയാ കണ്ടു നിന്നവർക്ക് തോന്നിയത്. അവർക്ക് മാത്രമല്ല, ഞങ്ങൾക്കും. ദേ പെണ്ണെ, നീ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കല്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരമ്മ എങ്ങനെ പെരുമാറണമായിരുന്നു? നീ ഒന്ന് പറഞ്ഞേ. ഞാനായതുകൊണ്ട് ഇങ്ങനെ. എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ കാണായിരുന്നു ഇപ്പൊ. എല്ലാം ശരി തന്നെ. പക്ഷെ കുഞ്ഞേച്ചിക്ക് പറയാനുള്ളത് എന്താന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും കാണിച്ചിട്ടില്ലമ്മ. അത് മോശമായിപ്പോയി. ആ, മോശമെങ്കിൽ മോശം. എനിക്കിപ്പോ ഇത്രയ്ക്കുള്ള മനസ്സേ ഉള്ളൂ. ശല്യപ്പെടുത്താതെ പോയി കിടന്ന് ഉറങ്ങിയ രണ്ടും. നീ വാടി, നമുക്ക് പോവാം. അവര് തമ്മിലുള്ള യുദ്ധം അവർ തന്നെ അടിച്ചു തീർക്കട്ടെ. നീ വാ. വല്യേച്ചി, കുഞ്ഞേച്ചി പുറത്തു നിൽക്കുക മഴ നനഞ്ഞിട്ട്. അത് സാരമില്ല. നമ്മൾ ഇനി അമ്മയോട് ഒന്നും പറയാൻ പോകണ്ട, അത്ര തന്നെ. കുഞ്ഞേച്ചി അപ്പൊ രാത്രി മുഴുവൻ മഴ നനഞ്ഞ് പുറത്തു നിൽക്കണമെന്നാണോ? ഇടി, അവൾ ഇങ്ങനെ പുറത്ത് നിൽക്കാനൊന്നും പോകുന്നില്ല. അമ്മ തന്നെ അവളെ തിരിച്ചു വിളിക്കും, അതെനിക്ക് ഉറപ്പാ. എന്തുറപ്പ്? ഞാൻ തിരിച്ചു വിളിക്കില്ലെന്ന് അമ്മ തന്നെയല്ലേ ഇപ്പൊ നമ്മളോട് പറഞ്ഞത്? അതെ, പക്ഷെ ഇതേ അമ്മയല്ലേ ശാലിനിയെ ഇപ്പൊ കാണുമെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി ബഹളം ഉണ്ടാക്കിയത്? ശരിയാ, അതാ എനിക്കൊന്നും മനസ്സിലാവാത്തത്. അമ്മ ശാലിനിയോട് അത്രയ്ക്ക് ദേഷ്യപ്പെടുകയും അടിക്കുകയൊക്കെ ചെയ്തതല്ലേ? പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കോംപ്രമൈസ് ആകാൻ ഒരു മടിയുണ്ടാവും. പക്ഷെ ഒരു രാത്രി മുഴുവൻ അമ്മ ശാലിനി വീടിന് പുറത്ത് നിർത്തുവോ? അത് മഴയത്ത്? ഒരിക്കലുമില്ല. പകൽ വെട്ടത്തിൽ പോലും നമ്മൾ മൂന്നിലൊരാള് പുറത്തു പോയിട്ട് വരാതിരുന്നാൽ 5 മിനിറ്റ് വൈകിയ നെഞ്ചിൽ തീ കയറ്റി വെക്കുന്ന ആളാ നമ്മുടെ അമ്മ. അപ്പൊ പിന്നെ സ്വന്തം മകള് കാറ്റും മഴയും ഇടിയും മിന്നലുള്ള രാത്രിയില് പുറത്ത് നിൽക്കുന്നത് അമ്മ സഹിക്കോ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. മോളെ, ഒരു ഐഡിയ ഉണ്ട്. മിക്കവാറും വർക്കൗട്ട് ആവും. നീ വാ. ശ്യാമേ, ഇടി വെട്ടിയുള്ള മഴ സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഭയങ്കര കാറ്റാണല്ലോ ചേച്ചി. ഈ പെരുമഴ ഇനി പ്രളയമാകുന്നാ തോന്നുന്നത്. അതെ അതെ, ഇവിടെ ഇനി കറണ്ട് പോകാതിരുന്നാ മാത്രം മതിയായിരുന്നു. ഈശ്വര ദൈവങ്ങളെ. ആ, നീ ആ ജനലടച്ചേക്ക്. ചിലപ്പോ ഇടി വീണ് മിന്നലേറ്റ് ജനാല പൊളിഞ്ഞു പോവും.
ശ്യാമേ, ആ എമർജൻസി ലൈറ്റ് നീ എവിടെയാ വെച്ചിരിക്കുന്നേ? ആ അലമാരയിൽ ഇരിപ്പുണ്ട് ചേച്ചി. ഈശ്വര, കാറ്റടിച്ച വരാന്ത മുഴുവനും നനയും. അല്ല, പുറത്ത് വരാന്തയില് തുണിയൊന്നും കിടപ്പില്ലല്ലോ? ഇല്ല വല്യേച്ചി. ശാലിനി മോളെ, നീ എന്താ മഴ നനഞ്ഞു നിൽക്കുന്നേ? മരണത്തിനെ വിളിച്ചു വരുത്തി എന്നെ തോപ്പിക്കാനാണോ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന്റെ ദേഷ്യം തീർന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇനിയും എന്നെ അടിക്കാം, എത്ര വേണമെങ്കിലും. പക്ഷെ അമ്മ എന്നോട് പിണങ്ങരുത്, മിണ്ടാതിരിക്കരുത്. നെഞ്ചു പൊട്ടിപ്പോവാ എനിക്കിപ്പോ. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നും ഇല്ല മോളെ. നീ തെറ്റ് ചെയ്യില്ലെന്ന് അമ്മയ്ക്കറിയാം. പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല എനിക്ക്. ആ സങ്കടത്തിൽ അമ്മ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയതാ. അല്ലാതെ എനിക്ക് നിന്നോട് പിണങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അയാളോടൊപ്പം പരീക്ഷയ്ക്ക് പോയത് തെറ്റായി പോയെന്ന് എനിക്കറിയാം അമ്മ. അമ്മയുടെ പലവട്ടം പറയാൻ തുടങ്ങിയതാ ഞാൻ. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് പറയാൻ സാധിച്ചില്ലെന്നുള്ളതാ സത്യം. KSRTC ട്രെയിനും ഒക്കെ മിസ്സായപ്പോ ട്രാവലിംഗ് കമ്പനിയുടെ ഒരു പ്രൈവറ്റ് ബസ് കിട്ടാൻ സഹായിച്ചത് അയാളാ. നാഗർകോവിലിൽ ഒരു വണ്ടി കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞ് അയാളൊപ്പം പോരുമ്പോ അയാളുടെ മനസ്സിലൊരു ദുരുദ്ദേശം ഉള്ളതായിട്ട് എനിക്ക് സംശയം പോലും തോന്നിയില്ല. പിന്നെയാ അരുതാത്തത് പലതും സംഭവിച്ചത്. കേരളം മൊത്തം നെറ്റ്വർക്കുള്ള ഗുണ്ടാപ്പടയുടെ നേതാവാ ഈ വിഷ്ണു ആശാൻ. ആരുടെ മേലെ കൈവയ്ക്കാൻ പോയെന്ന് അറിയോ നിനക്ക്? ഞാൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ നേരെയാ. നാളെ ഞാൻ താലി കെട്ടാൻ നിശ്ചയിച്ച എന്റെ പെണ്ണിന്റെ മേലെയാ. ഒട്ടും പ്രതീക്ഷിക്കാതെ അത് കേട്ടപ്പോ ഞാനാകെ ഭയന്നു പോയമ്മ. അയാൾക്കൊപ്പമുള്ള ഓരോ നിമിഷവും ഉള്ളു വിറച്ച പിന്നീട് ഞാൻ ചെലവഴിച്ചത്. പരീക്ഷയൊക്കെ ഒരാത്മധൈര്യത്തിൽ അങ്ങ് എഴുതി തീർത്തന്നേ ഉള്ളൂ. എല്ലാം സമ്മതിച്ചു. പക്ഷെ തിരിച്ചു വന്നപ്പോഴെങ്കിലും നിനക്ക് എന്നോടെല്ലാം പറയായിരുന്നില്ല മോളെ? എങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ പറയൂ അമ്മ. ശാരികേച്ചിയുടെ കല്യാണത്തിന് സ്ത്രീധനമായി വിജയ ആന്റി 30 പവൻ ചോദിച്ചെന്ന് പറഞ്ഞപ്പോഴേ അമ്മ തളർന്നു വീണു. ആ അമ്മയോട് ഞാൻ എങ്ങനെ പറയും ഞാനൊരു ഗുണ്ടയോടൊപ്പം നാഗർകോവിൽ വരെ യാത്ര ചെയ്തെന്ന്? അവൻ എന്നോട് പ്രേമമാണെന്നും നിവൃത്തിയില്ലാതെ ഞങ്ങൾ ഒരു രാത്രി ഒരുമിച്ചൊരു ഹോട്ടൽ മുറിയിൽ താമസിച്ചൊന്നും അതെനിക്ക് പറയാൻ പറ്റുമോ? പിന്നെ നമ്മൾ ഇവിടുന്ന് പോയത് ഗോപാലകൃഷ്ണന്റെ വീട്ടിലേക്കാ. അത് കഴിഞ്ഞ് അമ്മ വീണ്ടും തലകറങ്ങി വീണു. ഇതിന്
ഇതിനിടയിൽ സ്വർണം സംഘടിപ്പിക്കാനുള്ള പെടാപ്പാട് വേറെ. പിറ്റേന്ന് കല്യാണ നിശ്ചയം. ഇതിനിടയിൽ എപ്പോഴമ്മ എനിക്ക് അമ്മയോട് സമാധാനമായിട്ടൊന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടിയത്? സത്യമായിട്ടും എപ്പോഴായാലും അമ്മയോടെല്ലാം തുറന്നു പറയാനിരുന്നതാ ഞാൻ. അമ്മ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒരു രഹസ്യം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല അമ്മ. ഇനിയെങ്കിലും അമ്മ അത് മനസ്സിലാക്ക്. മാത്രമല്ല, നാഗർകോവിലിൽ അയാൾക്കൊപ്പം യാത്ര ചെയ്തപ്പോഴോ ഹോട്ടൽ മുറിയിൽ ഒന്നിച്ച് താമസിച്ചപ്പോഴോ ഈ മകൾക്ക് എന്തെങ്കിലും കളങ്കം ഉണ്ടായതായി അമ്മ കരുതുന്നുണ്ടോ? അമ്മ പറയേ. അയ്യോ മോളെ, അങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഞാൻ ഒരിക്കലും. പിന്നെന്താ അമ്മ പ്രശ്നം? നോക്ക്, അയാളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ അയാളോട് ഒരു പ്രേമമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയാളോടൊന്നല്ല, ആരോടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സത്യം. കുഞ്ഞേച്ചി പറഞ്ഞത് സത്യം അമ്മേ. ചേച്ചിക്ക് അയാളോട് പ്രേമമൊന്നുമില്ല. അന്ന് ടെക്സ്റ്റൈൽസിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടായിരുന്നു കുഞ്ഞേച്ചി താജ്മഹലിന്റെ ശില്പം വാങ്ങിക്കൊടുത്തത്. അയാൾ മുമ്പ് കുറെ സഹായങ്ങൾ ചെയ്തതല്ലേ, അതിനൊരു സമ്മാനം തിരികെ കൊടുക്കണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. അത് പ്രണയത്തിന്റെ സ്മാരകമാണെന്നൊക്കെ അയാൾ അർത്ഥം വ്യാഖ്യാനിച്ചെടുത്തതാ. അതിന് കുഞ്ഞേച്ചി ഒരു കാരണവശാലും ഉത്തരവാദിയല്ല. ശരിയാണമ്മേ, ഇവര് റബ്ബർ എസ്റ്റേറ്റിൽ പോയ സംഭവം ഞാൻ നേരിട്ട് കണ്ടതാ. അതും ഹോട്ടലിലെ ക്യാഷിലിരുന്ന്. ശ്യാമ നിർബന്ധിച്ചിട്ടാ ശാലിനി പോയത്. എസ്റ്റേറ്റിന്റെ ഭംഗിയൊക്കെ അയാൾ വിവരിച്ചു പറഞ്ഞപ്പോ ഒന്ന് കാണണമെന്ന് ഇവൾക്ക് ആഗ്രഹം തോന്നിയത്. ശാലിനിയെ എത്ര നിർബന്ധിച്ചിട്ടാന്ന് കൂടെ പോയതെന്നറിയോ? അതും അമ്മയുടെ അനുവാദം ചോദിച്ചിട്ടല്ലേ അവര് പോയത്. അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവും. തേനീച്ച കുത്തിയപ്പോ മുറിവില് പച്ചില മരുന്ന് വെച്ചു കൊടുത്തതൊക്കെ അതൊരു സാമാന്യ മര്യാദ മാത്രം അമ്മ. നമ്മളോടൊപ്പം ആപത്തിൽപ്പെട്ട ഒരാൾക്ക് അപരം ചെയ്തു കൊടുക്കുന്ന ഒരു സഹായം മാത്രം. അതൊക്കെ പ്രണയം നിറഞ്ഞു കവിഞ്ഞിട്ടാണെന്ന് അയാൾ കരുതിയെങ്കിൽ അതിൽ എനിക്കൊന്നും ചെയ്യാനാവില്ലമ്മേ. സോറി. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് മോളെ. അവനെന്തോ മാനസിക രോഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ ഒരാള്. ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് കണ്ടതിനും അന്നം വിളമ്പി കൊടുത്തതിനും എനിക്ക് കണക്കിന് കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. വാ, അന്ന് തല തോർത്ത് വാ. പൊന്നി, ചായ. രാഘവേട്ടന് കൊടുത്തോ? എന്താടി? അറിയില്ല. പനിയൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും തോന്നുന്നില്ല. നീ ഇന്നലെ രാത്രി എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. ചിലപ്പോ വയറ് കാഞ്ഞു കിടന്നിട്ടാവും. ആ, നീ പോയിരിക്കെ, ഞാൻ കഴിക്കാൻ എന്താന്ന് നോക്കട്ടെ. എന്ത് പറ്റി? പീരീഡ്സ് ആവേണ്ട ടൈം കഴിഞ്ഞല്ലോ.
തീർച്ചയായല്ലോ. ഈശ്വര, ചതിച്ചോ? പുനി നിന്നെ. ഇത് വാങ്ങിക്കൊണ്ട് വരണം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്. ശരി കുഞ്ഞെ. പിന്നെ ഈ വിവരം വേറെ ആരും അറിയരുത്. ഇല്ല കുഞ്ഞെ. ഈശ്വര, ഇത് സത്യമാവരുതേ. ശാലിനി, എന്താടി ഉറക്കം തെളിഞ്ഞില്ലേ ഇതുവരെ? അയ്യോ, എന്തു പറ്റി? സുഖമില്ലേ നിനക്ക്? പനി പിടിച്ചു ശാരികേച്ചി. നല്ല പനിയുണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലൊന്നും പോണ്ട ചേച്ചി. ആ ഡ്രോ തുറന്ന് ടാബ്ലറ്റ് ഇങ്ങെടുത്ത്. ഇനിയിപ്പോ ഒരു അരമണിക്കൂറിനുള്ളിൽ മാറിക്കോളും. ഇന്നലത്തെ മഴ മുഴുവൻ നനഞ്ഞതല്ലേ? പോരാഞ്ഞിട്ട് 1-2 ദിവസമായിട്ട് ജലപാനോ ഇല്ല. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മയ്ക്ക് പനിയൊന്നും വന്നിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് ജോലി തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ സമാധാനം. നമുക്കാകുമ്പോ ആരോഗ്യമുള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കാം. ഇനി ആ ചായ തന്നെ ചൂടായിട്ടൊന്ന് കുടിച്ചു നോക്കാം. ശാരിക വന്നില്ല, വീട്ടിലുണ്ട്. ഓ, ചായ എടുക്കട്ടെ സർ? അല്ല വേണ്ട. രാജീവ് സാറാണല്ലോ. എടുത്ത് സംസാരിക്കേച്ചി. ആ സാർ, നമസ്കാരം. ശാരികയെ, ഇയാള് വീട്ടിലുണ്ടല്ലോ? ഉണ്ട് സാർ. ഒന്ന് പുറത്തേക്ക് വരാമോ? ഞാൻ ഹോട്ടലിന് മുന്നിലുണ്ട്. വരാം സാർ. എന്താ ചേച്ചി?
സാറിനെ ഒന്ന് കാണണമെന്ന്. ആള് മുറ്റത്ത് നിൽപ്പുണ്ട്. എന്താ സർ? എനിക്ക് പറയാനുള്ള കാര്യം താൻ ശ്രദ്ധിച്ച് കേൾക്കണം. ചെറിയൊരു വിഷയമുണ്ട്.